നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. വിഷ്ണു ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. സർ നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം സർ. ആദ്യത്തെ ചോദ്യം, ക്രൂഡ് ഓയിൽ വന്നിട്ട് ഇപ്പോൾ $100 ആണ് ഒരു ബാരൽ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഗോൾഡ് തീർച്ചയായിട്ടും വിളണം. ഡെഫിനറ്റ് ആയിട്ട് വിളണം. ഇന്നലെ വിഴുന്നായിരുന്നു. അമ്പിരിക്കുന്ന വരയ്ക്കുമല്ല, ഇറാന്റെ പ്രോബ്ലം സോൾവ് ആകുന്ന വരയ്ക്കും ഇതിരിക്കും. അതിന് ശേഷം ഇൻഫ്ലേഷൻ എൻട്രൻസ് ആവും. ഞാൻ അറിഞ്ഞ് 12 to 18 months വരയ്ക്കും ഇങ്ങനെ ഇരിക്കും. നവംബർ ഇലക്ഷൻ അനുസരിച്ചിരിക്കുന്നു. തോർക്കാൻ പോകുന്നത് തീർച്ചയായിട്ടിരിക്കും. അത്ര മോശമായിട്ട് ഇവർ തോർക്കുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. സർ, അടുത്തുന്ന ഒരു കാര്യം, എനിക്ക് ഒരുപാട് ദിവസം കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണോ ഒന്ന് സർ, എനിക്ക് റേറ്റിംഗ് തരണം. അതായത് ഇത് ശരിയല്ല, അത് ശരിയില്ല, ഫിനാൻസ് മിനിസ്റ്റർ ശരിയല്ല, എക്കോണമി ശരിയില്ല എന്നൊക്കെ പറയും. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. പുറത്തെ സംശയങ്ങൾ തന്നെ കമന്റ്സിലും വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ വലിയച്ഛൻ ശരിയല്ല എന്ന് പറയും, സർ. അതുപോലെ അമ്മയാറിന്റെ ഇത് ശരിയല്ല എന്ന് പറയും. RBIനെ തൂക്കി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ കയ്യിൽ കൊടുത്തു എന്ന് പറയും. കടൻ A1 A2 വാങ്ങിയിരിക്കുന്ന കാരണം പി വാല്യൂ ഡിപ്രീഷിയേറ്റ് ആകാൻ കൂടാതെ അതിനെ ഇളുത്ത് പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയും. അപ്കെത്തിപ്പോ സ്റ്റഡി അല്ല, ഇന്നും വീഴുമെന്ന് പറയും. അതോ ഗതിയായി പോവും എന്നും കൂടെ പറയുന്നു. ഇന്ത്യൻ എക്കോണമി ഇപ്പോൾ എണീക്കേണ്ട പോസിബിലിറ്റീസ് ഇല്ല എന്നും പറയും. ഒക്കെ ഇരിക്കുമ്പോൾ എന്താണ് ഞങ്ങളടുത്ത് നിങ്ങൾ ടിഫൻ കാഫി റേഞ്ച് ഫോളോ ചെയ്യാൻ പറയുന്നു. എങ്ങനെയായാലും ഒന്നും നടക്കൂലെന്ന് മനസ്സിലായല്ലോ. ആർക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല മാർക്കറ്റ് എങ്ങനെയാണ് മുമ്പോട്ട് പോകും, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന്. രണ്ട് വിധമായിട്ടുള്ള കറക്ഷൻ ഉണ്ടായിരിക്കും. ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് എനോറമസ് ടൈമിന് ഇരിക്കാം. ഇതുകൊണ്ട് മാർക്കറ്റ് പൊത്തുന്ന് വീഴുന്നില്ല എന്നാൽ അവർ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. റീറ്റെയില് അത് എത്ര ദിവസം വാങ്ങുമെന്ന് പറയാൻ പറ്റൂല. 3 കൊല്ലം കൊണ്ട് റിട്ടേൺ ഒന്നുമില്ല, ഇനി വാങ്ങിയില്ല. ഈ കൊല്ലം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കൊല്ലം റിട്ടേൺ ഇരിക്കില്ല. 4ാമത് കൊല്ലമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കാശ് വന്നിരിക്കും. 40% അടുത്താണ് നിങ്ങൾക്ക് ലോസ്. അതായത് ബോണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. ദർ ആർ സം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ്. അതൊക്കെ ഡെപ്റ്റ് ഫ്രീ ആണ്, കടനില്ലാത്തത്. കടനില്ലാത്ത സ്റ്റോക്കിന് 1000 വർഷം ഇരുന്നാലും നമുക്ക് വിൽക്കേണ്ട. ഞാൻ ജപ്പാനിൽ 4-5 കമ്പനി, അതുമല്ലാതെ ഊസിക്കുത്തിന് കമ്പനിയിൽ ഇരുന്ന് കൂടെ ഒരു 20 കമ്പനി പറയാൻ പറ്റും. കടനില്ലാതെ കമ്പനി 3 വർഷത്തിന് മുമ്പ് ലാസ്റ്റ് ആയെങ്കിൽ എക്കാരണം കൊണ്ട് നിങ്ങളെ അളിക്കാൻ പറ്റൂല. അതായത് കടനില്ലാത്ത കമ്പനി 3 വർഷം താക്കു പിടിക്കുവാണെങ്കിൽ ഒരു കൺസ്യൂമർ ചേസിങ് ഓക്കെ ഇன்று കൂടെ ലോജിക്കലി ബൈ നോ ഇറ്റ് ഷുഡ് ബി ഡൈഡ്. ബട്ട് അത് ചെത്തുപോയില്ല. എല്ലാവർക്കും ഒരു ഹാബിറ്റാ മാറി. ഇവൻ കടൻ വാങ്ങി അതിന് ഇല്ലാതാക്കിയാൽ തന്നെ ഇന്നും മോശമാവുമേ അല്ലാതെ. അല്ലെങ്കിൽ ദേ വിൽ അഡാപ്റ്റ്. ഫൈനാൻഷ്യൽ ടൈം അഡാപ്റ്റായി, ന്യൂയോർക്ക് ടൈംസ് അഡാപ്റ്റായി. എവരിഡേ ഞാൻ മുമ്പ് ന്യൂയോർക്ക് ടൈംസ് വായിക്കും. ഞാൻ ന്യൂസ് വായിക്കുന്നില്ല. 3 വേർഡ് ഇരിക്കുന്ന കാരണം തന്നെ ഞാൻ ന്യൂയോർക്ക് ടൈംസ് വെച്ചിരിക്കുന്നു, ഫൈനാൻഷ്യൽ ടൈം വെച്ചിരിക്കുന്നു, ഗാർഡിയൻ വെച്ചിരിക്കുന്നു. അഡോപ്ഷൻ അതൊരു വലിയ എക്സാമ്പിൾ. ഗെയിം കളിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെ, വേർഡ് ഗെയിം പോലെ ഇംഗ്ലീഷ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ അതൊരു നല്ലൊരു കാര്യമാണ്. ഹിന്ദു വരും ഒരു ദിവസം അത് ഡെപ്റ്റ് ഫ്രീ ആയെങ്കിൽ സംബഡി വിൽ വേക്സ് അപ്പ്. സോ ഡെപ്റ്റ് ഫ്രീ ഇല്ലെങ്കിൽ ആ കമ്പനി അഴിഞ്ഞു പോകും എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അപ് ടു 1 or 2 മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് ഞാൻ പറയുന്നത് ഡെപ്റ്റ് ഫ്രീ ആണ്. ടാറ്റ, ഗോദ്രേജ്, TVS ഒരു വിധിവിലക്ക് ഇരിക്കുന്നു. അവൻ്റെ അടുത്തിരിക്കുന്ന സ്വത്ത് എത്ര ഇരിക്കുന്നെന്ന് അവന് പോലും അറിയില്ല. അവർ കടൻ കൊണ്ട് അളിയുമെന്ന് പറയാൻ പറ്റില്ല. സെൻട്രൽ ബോംബെയിൽ തന്നെ 5000 ഏക്കർ വെച്ചിരിക്കുന്നു. ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ മുകളിലാണ് കാശ് വെച്ചിരിക്കുന്നത്. അവരെയൊക്കെ നീ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതുപോലത്തെ കമ്പനിയൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യാം. റിലയൻസ് അങ്ങനെ തന്നെ അല്ലേ സർ? അതായത് റിലയൻസ് അതിൻ്റെ ഒരു നിയമം ശരിയല്ലല്ലോ, ധർമ്മമെന്നൊന്നും ഇരിക്കുന്നല്ലോ. എൻ്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ അവർ ശരിപ്പെട്ടു വരില്ല. നിങ്ങളെ കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ ശരി വരുമില്ല. അതെ, ഞാൻ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് പറയാം. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് എൻ്റെ ടീമല്ല. മുംബൈ ഇന്ത്യൻസിന് ഷെയർ ഹോൾഡറും ചേർത്താണ് ടീം. ഇതിൽ നീ 50% വേണമെന്ന് പറയുവാണെങ്കിൽ നീ തന്നെ ഓണർ എന്ന് പറഞ്ഞാൽ അതിലിരിക്കുന്നു. CSK അങ്ങനെ തന്നെ അല്ല സർ ചെയ്യുന്നത്. CSK ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? കമ്പനിയെ പോയല്ലോ, ഷെയർസിനെ പിരിച്ചു കൊടുത്തല്ലേ സർ? അതർവൈസ് ഇന്ത്യൻ സിമെന്റ്സ് എന്തായി? ഗാലി. അതെ, ഗാലി. CSKന് 2 കൊല്ലം കൊണ്ട് എന്തായി? മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ CSK ആയിരിക്കില്ല. ധോണി മാനേജ്മെന്റ് വരുവാണെങ്കിൽ തന്നെ അത് ഉരുപ്പെടും. 3 വർഷം കൊണ്ട് എന്താന്ന് ക്രിക്കറ്റ്? CSK അങ്ങനെ ചാമ്പ്യൻ ജയിക്കുന്നോ? ഇല്ലല്ലോ. ഓക്കെ ഫൈൻ. ഇതിൽ എന്റെ സംശയം എന്തെന്ന് വെച്ചാൽ, ധോണി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇരുന്ന മട്ടിൽ ഇരുന്നായിരുന്നു. ധോണി 3 വർഷമായിട്ട് ഡിക്ലൈന്. എന്ത് ടീം? CSK ഷെയറിനെ വയ്ക്കാമായില്ല എന്നത് ധോണിയുടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്യണമല്ലേ? ബാസ് അത് എന്തെങ്കിലും ഒരു ദിവസത്തിൽ പിടിക്കും. അരസൻ ഇന്ന് കൊല്ലും, ദൈവം നിന്ന് കൊല്ലും എന്ന് പറയല്ലേ. നീ ധർമ്മത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ
എന്നെങ്കിലും ഒരു ദിവസം നീ കണക്ക് പറയാണ്ടതിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം പറഞ്ഞു തന്നെ ആവണം. ഇല്ലെങ്കിൽ ഒരു 10 വർഷത്തിൽ പറയേണ്ടതിരിക്കും. ഇപ്പൊ അനിൽ അംബാനി തെറ്റേ ചെയ്തില്ലെന്ന് വെച്ചോ. അനിൽഭായ് അംബാനിയുടെ മകൻ വന്നിട്ട് ധൃഭായ് അംബാനിയുടെ പേരെന്തെന്നല്ലോ. മുകേഷ് അംബാനിയുടെ മോൻ എത്രയും പേരെന്നോ ഈക്വൽ ഇതിലും ഉണ്ടല്ലോ. എവിടെന്നാലും അവിടെ വേദനിക്കുമോ വേദനിക്കില്ലയോ? ആൻറ്റില നോക്കുന്ന സമയം വേദനിക്കുമോ ഇല്ലയോ? ഇതാണ് ഇതിലുള്ള പണിഷ്മെന്റ്. ഇതാണ് ധർമ്മത്തിന്റെ ഉത്തരം. എന്റെ സംശയം ഇവിടെ എന്തെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന പോലെ ദൈവം ശിക്ഷിക്കണമെന്ന് കാത്തിരിക്കുവാണെങ്കിൽ അങ്ങനെ ഒന്നും പാടില്ല. കൂട്ടിക്കളിച്ച് നോക്കുവാണെങ്കിൽ ഈ രാധാരവി സിനിമയിൽ പറയുന്നത് പോലെ കൂട്ടിക്കളിച്ച് നോക്കിയാൽ കണക്ക് ശരിയാ വന്നാ ഇല്ലയാ? സർ സർ എന്റെ സംശയം എന്തെന്നാൽ റിലയൻസ് 52 വീക്കിലോ എല്ലാത്തിനെയും സൈഡാക്കാം. അവരെ കണക്കേ നിനക്ക് അറിയാവില്ല. 2 പ്രോബ്ലം അവരെടുത്ത് ജിയോ ഒക്കെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ ഇനിയൊരു അവസരമില്ല. സർ 2 പേർ മാത്രമല്ല, ആപ്പിളും ഇവരും തന്നെയല്ലോ. ഇവിടെ ആരാണ് കാശ് ചെലവാക്കുന്നു? സർ എല്ലാവരും ഫോൺ സംസാരിക്കുന്നല്ലേ സർ. 250 ആപ്പിൽ കൂടെ വന്നില്ല ബോസ് ഇന്നും. ഒരു ആവറേജ് യൂസർ 250 രൂപ കൂടെ ബില്ല് കെട്ടുന്നില്ല ഇപ്പോൾ. എല്ലാവരും 1000 രൂപയ്ക്ക് ബില്ല് കെട്ടുവാണെങ്കിൽ നീ പറയുന്നത് ന്യായമാണ്. റൈറ്റാ? നീ 10,000 കോടി ബില്ലൊക്കെ കെട്ടാത്തത് CIG ഒക്കെ നോക്കിയാണ് വച്ചിരിക്കുന്നത്. ഇന്നൊരാൾ പവറിന് വരുവാണെങ്കിൽ ആ 10,000 കോടിന് വിടുമോ? ആദ്യം നീ റൈറ്റ് എന്ന് പറയുന്ന കാരണം ആ 10,000 കോടി കെട്ടിക്കാൻ പറയും. ഇത് നമ്മൾ 70 രൂപയ്ക്ക് 5 ബില്യൺ ഒക്കെയാണ് കടൻ വാങ്ങിയിരിക്കുന്നത്. അത് കെട്ടിയാ ഇല്ല എന്ന് നീ പറഞ്ഞില്ല. ഇതുവരെയ്ക്ക് നീ ഇട്ട ബിസിനസ് ടു കൺസ്യൂമർ എല്ലാം ഫെയിലിയർ ആണ്. നീ തനിഷ്ക് പോലെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെ ടൈറ്റൻ പോലെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, ആരെ ഇല്ലാതെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കുന്ന ബ്രാൻഡ് ഒക്കെ വാങ്ങുന്നു. വിവൽ ബ്രാൻഡ് നിന്നെ കൊണ്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയം നീ വെളിയിൽ നിന്ന് ബ്രാൻഡ് വാങ്ങി നീ വന്ന് ശരിയാക്കുമോ? ഇന്റർനാഷണൽ ലെവലിൽ ബ്രാൻഡ്സിനെ വാങ്ങുന്നു. വിമൽ എന്നൊരു ബ്രാൻഡ് ഇരുന്നു. അതെ, വേൾഡ് കപ്പ് ഒക്കെ 1987 വിമലിനെ വെച്ചാണ് ചെയ്തു. പക്ഷെ ഇപ്പൊ വിമൽ എവിടെ ഇരിക്കുന്നു? ചോദ്യം മാത്രം ഞാൻ ചോദിക്കാം സാർ. അതന്നെ ഞാൻ പറയുന്നു. ഈസ് നോട്ട് എ B2C പ്ലെയർ. എത്രയും കടൻ വാങ്ങിയിരിക്കുന്നു എന്ന് എന്നോട് പറയാൻ പറ്റൂല. മൂന്നാമത് കാര്യം, അവരുടെ ബിസിനസ് ഇസ് ഓയിൽ ഇസ് ഗോയിങ് ഔട്ട്. അപ്പൊ അവരുടെ ഫ്യൂച്ചർ എന്തെന്ന് എനിക്കറിയില്ല. എന്റെ സംശയം എന്തെന്ന് വെച്ചാൽ റിലയൻസിനെ വിടാൻ സർ. റിലയൻസേ വേണ്ട. റിലയൻസിന് എക്സാമ്പിളിന് പറയുന്നു, ഒരു ചില കമ്പനി സ്വത്തായിരിക്കുമല്ലേ സർ. ആ കമ്പനി ദിവാലായെങ്കിൽ ഇന്ത്യയെ ഗാലി. അതുപോലെ ഏത് കമ്പനിയും ഇല്ല. ഇന്ത്യ ഒരു മേജർ സെറ്റ് ബാക്ക് ആയിട്ട് എടുക്കുമോ? അങ്ങനെ ഒന്നും ഇല്ല. എന്നായി SBI പോയാ എന്ത്? ഒരു വലിയ ഒരു സിസ്റ്റം ഷോപ്പ് അത്ര തന്നെയല്ലോ. അതന്നെ ഞാനും പറയുന്നു സർ. ഒരു വലിയ സിസ്റ്റം ഷോക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു ഇമ്പാക്ട് ഇരിക്കുമല്ലോ. റീറ്റെയിൽ ഇൻവെസ്റ്റർ ആരും അവിടെ ഇല്ല. അതുപോലെ തന്നെ സാർ ഈ റിലയൻസ് അഡാനി എന്റർപ്രൈസസ് എല്ലാമേ അവൻ കടൻ വാങ്ങിയാൽ ബാങ്ക് മൂടും. റൈറ്റാ? ഒരു കടൻ വാങ്ങി അതിലകത്ത് മുഴുകും. SBI ഫെയിൽ ആകൂല. കാരണം നോട്ടടിച്ച് ഗവൺമെന്റ് തിരികെ കൊടുക്കും. അത് കാരണമാണ് വാല്യൂവേ വരുന്നില്ല. വാല്യൂ വരൂല, ചെത്തും പോവില്ല. അത് ശിവന്റെ വിഷം പോലെയാണ്, കളത്തിൽ വന്ന വിഷം പോലെയാണ്, നീലകണ്ഠൻ പോലെയാണ്. അതിനെ എടുക്കൂല. റിലയൻസ് കാരണം എനിക്ക് എന്ത് പ്രശ്നം? ഇമിറ്റിൽ വന്ന് റിഫൈനറിയെ വാങ്ങും. വേണമെന്ന് റിഫൈനറി വാങ്ങേണ്ടി പോകും. എന്താവും? ഒന്നും ആവൂല. ദർ ഇസ് നോ ടു ബിഗ് ടു ഫെയിൽ. പിന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഇരിക്കുന്നു, കുറിച്ച് ഞാൻ പിന്നെ ചോദിക്കാം സർ. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.